ഇവിടെ സേഫായിട്ട് തോന്നി. ഞാൻ അപ്പം തന്നെ സൈക്കിൾ നിർത്തി ഇവിടെ ടെൻ്റ് അടിച്ചു. ഇവിടെയൊക്കെ മരത്തിൻ്റെ ലീഫൊക്കെ ചുവന്ന നിറമായിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ, ബ്യൂട്ടിഫുള്ളാണ്. ചില സ്ഥലത്ത് മഞ്ഞ നിറമാണ്. ഓ മൈ ഗോഡ്, അവിടേക്കുള്ള പാലം പൊളിയേ. എന്താണ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കുതിരകളതാ. ഇത് നല്ല ഹെവി ആണല്ലോ. ഇതിൻ്റെ മുടി നോക്ക്. ഓട്ടോബാനിലൊന്നും പോയാൽ ഈ സംഭവങ്ങളൊന്നും കാണാൻ കഴിയില്ല മക്കളെ. ഇത് കാണണമെങ്കിൽ ഇതിലൂടെ തന്നെ പോണം. അസ്സലാമു അലൈക്കും. So happy. I am very happy. So everything fine. Yeah, fine. Roti canai. So bye. ഞണ്ട്. I hope. ഇതാണ് സ്ഥലം. ഇന്നലെ ടെൻ്റ് അടിച്ച സ്ഥലമാണ് കേട്ടോ അത്. എനിക്കിവിടെ സേഫായിട്ട് തോന്നി. ഞാൻ അപ്പം തന്നെ സൈക്കിൾ നിർത്തി ഇവിടെ ടെൻ്റ് അടിച്ചു. ഇവിടെ ഒരു മനുഷ്യനില്ല. ഇതിൻ്റെ മുകളിലാവുമ്പം വേറെ മൃഗങ്ങളുടെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നല്ല അടിപൊളി ഒരു പുഴയുടെ അടുത്ത്. നല്ല മഴയായിരുന്നു, നല്ല ടെമ്പറേച്ചറാണ്. അപ്പം നല്ല ടെമ്പറേച്ചർ മീൻസ് നല്ല തണുപ്പാണെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. നല്ല മനോഹരമായ സ്ഥലം, മൂടിക്കെട്ടിയ അന്തരീക്ഷം. കൈയൊക്കെ തണുത്ത് വിറക്കുന്നുണ്ട്. അടിപൊളി, നല്ല അടിപൊളി വൈബാ. ഞാൻ ഇവിടെ ടെൻ്റ് അടിച്ച ഒരു കുട്ടി കണ്ടിട്ടില്ല. അതിനിവിടെ ആരും ഇല്ല കാണാൻ. പോകുന്ന വാഹനങ്ങളൊന്നും ശ്രദ്ധിക്കില്ല, കാരണം കുറച്ചുള്ളിലേക്കായിട്ടാണ്. ഇങ്ങനെ നോക്കുമ്പോൾ കാണില്ല. ഇതൊരു ചെറിയൊരു ഉള്ളിലേക്കായിട്ടുള്ളൊരു സ്പേസാണ്. കറക്റ്റ് ടെൻ്റൊക്കെ അടിക്കാൻ പറ്റിയ രീതിയിൽ അവർ കൺസ്ട്രക്ട് ചെയ്ത്. എന്തായാലും നല്ലൊരു സ്ഥലം. ഇതേപോലെ അവിടെ ഉണ്ട്, ബ്രിഡ്ജിൻ്റെ ആ സൈഡിലും ഉണ്ട്. ഇവിടെ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചോ. അടിപൊളി. ചെറുങ്ങനെ ജലദോഷം പിടിച്ചെന്നാ തോന്നുന്നത്, തണുപ്പ് അടിച്ചിട്ട്. നല്ല നല്ല വീടുകള്. ഇവിടെയൊക്കെ മരത്തിൻ്റെ ലീഫൊക്കെ ചുവന്ന നിറമായിട്ടുണ്ട്. എന്ത് രസമാണ് കാണാൻ, ബ്യൂട്ടിഫുള്ളാണ്. ചില സ്ഥലത്ത് മഞ്ഞ നിറമാണ്, ചിലയിടത്ത് ചുവന്ന നിറമാണ് ലീഫൊക്കെ. ചെറിയൊരു വില്ലേജാണ്. എനിക്ക് തീരെ മനസ്സിലാകാത്ത യൂറോപ്പിലുള്ള ആളുകളൊക്കെ ഫുൾ ടൈം വീടിൻ്റെ ഉള്ളിലിരിക്കുക, ഒരൊറ്റ ഒന്നിനും പുറത്ത് കാണുന്നില്ലല്ലോ. ഇതന്നെയാണ് അവസ്ഥ. ആരോടെങ്കിലും ഒന്ന് സംസാരിക്കുക, ഇൻട്രാക്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഒരു വില്ലേജിലും ഒരു മനുഷ്യനെയും പുറത്ത് കാണില്ല. കാണാൻ ഒരു സ്വീപ്പർ, അതാ പുള്ളിനെ മാത്രമേ കാണുന്നുള്ളൂ. ഈ ഇലയൊക്കെ അടിച്ചു വാരി ബാഗിലാക്കുക. ഇവിടെ ഷോപ്പുമില്ല, ഒന്നും വാങ്ങിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. കുടിക്കാൻ ഷോപ്പ് കിട്ടിയാലേ.
അടിപൊളി, എന്ത് രസാ. ഭയങ്കര പീസ്ഫുൾ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഈ ജർമ്മനിയിലെ വില്ലേജുകളൊക്കെ ഒരു ഭയങ്കര ഡിഫറെൻറ്റ് ഇതാണ്. ചിലപ്പോൾ ഈ ഒരു ഓട് കൊണ്ടാണ്, ഇഷ്ടിക കൊണ്ടാണ് ഇവരെ വീടൊക്കെ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഒരു രസമാണോ എന്നറിയില്ല. ഇഷ്ടികയാണ് മൊത്തം. കിടിലൻ സ്പോട്ടാണ്. ജർമ്മനിയിലുള്ളവർ വരെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ സ്ഥലങ്ങൾ. ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് നമ്മൾ അധികം ആരും യാത്ര ചെയ്യാത്ത വഴികളിലൂടെയാണ്. എല്ലാവരും ഓട്ടോബാൻ കയറി നമ്മൾ പോവുക. എനിക്ക് ഓട്ടോബാൻ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടാണ് ഞാൻ വഴിയുണ്ടോ. പൊളി. അങ്ങോട്ട് റോഡില്ലേ? ഓ മൈ ഗോഡ്, അവിടേക്കുള്ള പാലം പൊളിയേ. എന്താണ്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ശേടാ, ഇനി ഞാൻ എത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം ആ ഭാഗത്തെത്താൻ? എനിക്ക് അപ്പുറത്തെ റൂട്ടിലാണ് പോയി കയറണ്ടേ. പുള്ളി പറഞ്ഞ് അവഴിക്കും പോകാൻ പറ്റും, പിന്നെ ഇഭാഗത്ത് കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ ആ വഴിക്കും പോകാൻ പറ്റും, കുറച്ചധികം ഓടണം. എന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. അടിപൊളി സ്ഥലം. ഇവിടുത്തെ ഒരു വില്ലേജാണ്. റോഡ് ഭയങ്കര പ്രശ്നമാണ്, സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നില്ല. മൈ ഗോഡ്, റോഡ് ഭയങ്കര പ്രോബ്ലം ആണല്ലോ. അടിപൊളി ചേർച്ച്, ബ്യൂട്ടിഫുൾ. ഇപ്പോഴാണ് ജർമ്മനിയുടെ ആ പ്രൗഢി കാണാൻ പറ്റി. സൂപ്പർബ്. ടൂറിസം ഇൻഫർമേഷൻ. ഇവിടെ എവിടെയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളത്? ഞാനത് തപ്പി ഇറങ്ങിയതാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. പൊളപ്പൻ വില്ലേജ്. ബെർലിനൊന്നും ഒന്നല്ല, ഇതാണ് ജർമ്മനി. ജർമ്മനിയുടെ ശരിക്കുള്ള ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലത്ത് വരണം, അപ്പോഴാണ്. എനിക്കവിടെ താമസിക്കണം എന്നുണ്ട്, പക്ഷേ നാളെ എനിക്ക് ഹാംബർഗ് എത്തേണ്ടതുകൊണ്ട് ഞാനൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ചു. അവിടേക്കാണ് പോകുന്നത്. ഇതാണ് സൂപ്പർ മാർക്കറ്റ്. നെറ്റോ മാർക്കറ്റ് ഡിസ്കൗണ്ട്. ഓ, എന്തെങ്കിലും വാങ്ങിക്കട്ടെ, ഒന്നുമില്ല.
നല്ല അടിപൊളി കാട്. പക്ഷെ ഇവിടെ ചീവീടില്ല കേട്ടോ, ചീവീടിൻ്റെ സൗണ്ടൊന്നുമില്ല. ഈ എവിടെയായിരുന്നു, ഗ്രീസിലായിരുന്നു എൻ്റെ അമ്മ ചീവീടുകളെ കൊണ്ടൊരു ഭയങ്കര ഒച്ചയും വിളി. കാടിൻ്റെ അടുത്തൂടെ പോകാൻ പറ്റില്ല, അന്നപ്പോഴത്തേക്ക് ചീവീടുകളുടെ കൊണ്ടൊരു. ഇവിടെ ചീവീടുകളില്ല, കാട് സൈലൻ്റാ. സൂപ്പർ. എന്ത് രസമാണ് സ്ഥലം കാണാൻ. ജർമ്മനി ഈസ് ബ്യൂട്ടിഫുൾ. നല്ല അടിപൊളി കുതിരകളതാ. ഇത് നല്ല ഹെവി ആണല്ലോ. ഇതിന്റെ മുടി നോക്ക്, സൂപ്പർ മുടിയാണ് ഇത്. അടിപൊളി മുടിയാ. ഒരു സ്പെഷ്യൽ കുതിരാണല്ലോ, അതിന്റെ കാലൊക്കെ കണ്ടോ, കുറച്ച് വണ്ണുണ്ട്. ഇത് നോർമൽ കുതിരാണ്, പക്ഷെ ഇത് ഒരു നല്ല മനോഹരമായ ഗ്രാമങ്ങൾ. ഇതൊന്നും ഓട്ടോബാനിൽ പോയാൽ കാണാൻ പറ്റില്ല കേട്ടോ. ഓട്ടോബാൻ എന്ന് പറയുന്നത് ഹൈവേക്കാണ് ഇവിടെ ഓട്ടോബാൻ എന്ന് പറയുന്നത്. ഓട്ടോബാനിലൊന്നും പോയാൽ ഈ സംഭവങ്ങളൊന്നും കാണാൻ കഴിയില്ല മക്കളെ. ഇത് കാണണമെങ്കിൽ ഇതിലൂടെ തന്നെ പോകണം. ഇവർ ഈ ഉണക്കപ്പുല്ല് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇത് കത്തിക്കാനൊക്കെ ഉള്ള ആവശ്യത്തിനുള്ള സാധനങ്ങളാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പോളണ്ടിലൊരു കമ്പനി വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലായിരുന്നു, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. അല്ലെങ്കിൽ ഞാൻ മുകളിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇത് കൊടുക്കാം, ലിങ്ക് കൊടുക്കാം. ആ കമ്പനി ഇതിൻ്റെ കമ്പനിയാണ്. ഈ ഒരു സാധനം ആ കമ്പനിയിൽ കൊണ്ടുപോയിട്ട് അവരത് കത്തിക്കാനുള്ള സ്റ്റിക്ക് അങ്ങനത്തെ ഓരോ സാധനങ്ങളാക്കി മാറ്റും. എന്നിട്ട് ഈ തണുപ്പ് കാലത്ത് അവരിത് കത്തിക്കും. ഒരു സാധനവും ഒഴിവാക്കില്ല, എല്ലാം യൂസ്ഫുൾ ആക്കിയിട്ടാണ്. എന്ത് വൃത്തിക്കാണ് അവരത് പാക്ക് ചെയ്ത് വെച്ചാണ്. മെഷീൻ അത് റോളാക്കും, പിന്നെ അത് പാക്ക് ചെയ്യും. ഇനി മഴ കൊണ്ടാലോ ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ അത് മഴ കൊണ്ട് ചീഞ്ഞ് നാശമായി വൃത്തികേടാവും. ഇതിപ്പോൾ ഒരു കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും കൊണ്ടുപോകാം, ഇവിടെ കിടന്നാലും കുഴപ്പമില്ല. വളഞ്ഞ് തിരിഞ്ഞ് ഏതൊക്കെയോ വഴിക്ക്. എത്ര ദൂരം അധികം ഓടണം എന്നറിയോ. ജലദോഷം പിടിച്ചിട്ടുണ്ട്, തണുത്ത കാറ്റടിച്ചിട്ട്. ഇങ്ങനെ ആളില്ലാത്ത സ്ഥലത്ത് കൂടെ ഓടിച്ച് മടുത്തു. കുറച്ച് ആളുകളെ കാണാൻ പുതിയതാണ്, പക്ഷെ നല്ല റോഡാ. എവിടെയും പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നും കിട്ടിയില്ല. പിന്നെ ഇടയ്ക്ക് കല്ലിട്ട റോഡുണ്ടാവും, അത് ഒരു വൃത്തിയിട്ട റോഡാ, നമുക്ക് ഒന്നും ചെയ്യാനില്ല. കാറൊക്കെ ഓക്കെ, സൈക്കിൾ ഇങ്ങനെ ചാടി കളിക്കും. ഇത് ഏതാണെനിക്ക് പുഴൻ്റെ പേരെന്താണെന്നറിയില്ല. ഇതാണ് ഡെഡിക്കേഷൻ. ഈ സമയത്ത് തണുപ്പ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ ഹാംബർഗിലേക്ക് എത്തി. നല്ല തണുപ്പാണ്. വരുന്ന വഴിക്ക് ഒരു മഴ കിട്ടി. ഇവിടെ മഴ ചെയ്തിട്ടില്ല, പക്ഷെ നല്ല ഒടുക്കത്തെ തണുപ്പാണ്. ഇപ്പോൾ 11 കാണിക്കുന്നത്.
എൻ്റെ റൈഡ് ഇന്നത്തെ റൈഡ് അവസാനിച്ചിരിക്കുകയാണ്. ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് എൻ്റെ അടുത്ത എപ്പിസോഡുകളിലായിട്ട് വരും. ഞാൻ ഇന്ന് പറയുന്നില്ല. ആ അനൗൺസ്മെൻറ്റ് എൻ്റെ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തോളൂ. ഞാൻ ഇന്ന് താമസിക്കുന്നത് എൻ്റെ ഒരു ഫോളോവറിൻ്റെ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടാണ്. ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആരാന്നുള്ളത് നമുക്ക് കാണാട്ടോ. ഒരു സ്പെഷ്യൽ ആളാണ്. എന്തായാലും കാത്തിരുന്ന് കണ്ടോളൂ. ഇന്നത്തെ സ്റ്റേ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എനിക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. പോയി നോക്കട്ടെ എന്ത് ഫുഡാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ അതൊരു സസ്പെൻസാണ്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കൂ ഞാൻ ഇന്ന് എവിടെയാണ് താമസിക്കുന്നതെന്നുള്ളത്. ഇതാണ് ഹാംബർഗ്. കോമ്പി തിയേറ്ററാണോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഫൈനലി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു. ആൾ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. യെസ്, ഈ ബിൽഡിങ് തന്നെ. ലൈറ്റ് കത്തി. ഇനി ഫൈനലി I reached Hamburg. Yes. This is the place. Yeah. Assalamu alaikum. Oh, so happy I am. Very happy. So everything fine. Yeah, fine. Oh my God. Finally, I reached here. Oh my God. Great. You are very great. Great. It's very simple, not a big thing. Okay, nice to meet you. Okay. Okay. Come in. അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെടാം. My name is Anita Kalwan. You're from? I'm from Malaysia, but I stay here 35 years 35 years in Germany. in Germany. Now you are a citizen. I have my, what we call that, Unbesittigung. I don't know about English. I know in German. I have Resident here. അപ്പോൾ ഞാൻ ഇവിടെ താഴെ ഒരു സ്റ്റോറുണ്ട്. സൈക്കിൾ ഞാൻ സ്റ്റോറിലേക്ക് കൊണ്ടുവെക്കാൻ പോവാണ്. എൻ്റെ സൈക്കിൾ ഇവിടെ ഉണ്ടാവുക. ബാക്കി അനൗൺസ്മെൻറ്റ് നാളത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും ഇല്ല, ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഐ ഹാവ് ടു ഗോ ആൻഡ് ഈറ്റ് ചിക്കൻ കറി. എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് എൻ്റെ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ വരുന്നതായിട്ട് ഇവിടെ കട്ടിലും കിടക്കയൊക്കെ വാങ്ങിയിട്ടുണ്ട് ആള്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് വീട്. ദിസ് ഈസ് ദ ഹൗസ്. ദിസ് ലൈറ്റ് ഫ്രം തുർക്കി. ഈ ലൈറ്റ് ഞാൻ തുർക്കിയിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ വരുന്നത് പ്രമാണിച്ച് ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലഡു, അച്ചപ്പം, ഇതെന്താണ്, നുറുക്കോ എന്തൊരു സാധനമാണ്. ഞാൻ വരുന്നത് പ്രമാണിച്ചിട്ടുള്ള ഐറ്റംസാണ് ഒക്കെ. ഇനി കിച്ചണിൽ പോയി നോക്കാം എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്. Enough for me. Salad. And do you want to, I put the, yeah, I put here. Chicken curry, yeah. And I have also crab when you want. Yes, I want. Okay.
റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. That's all for tonight. It's GNU for heute. ഇത് പരീക്ഷണമാണ്. ഇത് You know, I must buy extra chili because I don't have chili at home. is that chili? Big chili? Yeah, the green one. That's ഞാൻ for വരുന്ന പ്രമാണിച്ചിട്ട് ഇവിടെ യോഗേട്ട് കൊണ്ടൊരു കളിയാണല്ലോ. salami. ഇതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് സാധനം സെറ്റ് ചെയ്താണ്. അത് കൂടാതെ എഗ്ഗ്, Yogurt. ഇതിലെന്താണ്? That's for roti canai. റൊട്ടി ചെന്നായി. Want to see? How about not make it buying? Here, roti canai. Oh, what? Roti canai. So buying. ഞണ്ട്. I hope